ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ഏതൊരു ഭവനത്തിലും സമാധാനത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന യേശു. എന്താണ് ഓരോ ഭവനത്തിലും സമാധാനത്തിൻ്റെ പുത്രന്മാർ ഉണ്ടാകുക എന്ന് വെച്ചാൽ, വിട്ടുവീഴ്ച മനോഭാവമുള്ള ദൈവിക സ്നേഹം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരനുഭവമാക്കി കൊടുക്കുന്ന, ദൈവവചനം വായിച്ചും കേട്ടും ഹൃദയത്തിൽ സ്വീകരിച്ചും അതിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക സമാധാനം സ്വീകരിച്ചും ആ സ്വർഗീയ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ജീവിക്കുന്ന ഓരോ ഭവനത്തിലെയും അംഗങ്ങൾ, ആ ഭവനത്തിലെ മാതാപിതാക്കളും ആ ഭവനത്തെ ഒരു നല്ല സമാധാനത്തിൻ്റെ ദേവാലയമാക്കുന്ന മക്കളും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ആഹ്വാനം ചെയ്യുന്ന പോലെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന തിരുവചനം ഓർത്ത് ആ പദവിയിലേക്ക്, ദൈവത്തിൻ്റെ പുത്രൻ പുത്രി എന്ന പദവിയിലേക്ക് ഓരോ ഭവനത്തിലെയും എല്ലാ അംഗങ്ങളും എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന യേശു. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് തൻ്റെ 72 ശിഷ്യന്മാരെ 2 വീതമായി അയക്കുന്ന യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഏത് വീട്ടിലാണോ പ്രവേശിക്കുന്നത് ആ വീടിന് സമാധാനം ആദ്യമേ ആശംസിക്കണം. ആ ഭവനത്തിൽ ദൈവിക സമാധാനം സ്വീകരിക്കുവാൻ ഹൃദയം തുറന്നിരിക്കുന്ന ഓരോ അംഗങ്ങളും തൻ്റെ ദൂതന്മാരെയും ആ ദൂതന്മാരിലൂടെ കേൾക്കുന്ന ദൈവവചനത്തെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുകയും തൻ്റെ രാജ്യത്തിൻ്റെ, യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കുകയും ആ സുവിശേഷത്തിലൂടെ ലഭിക്കുന്ന സമാധാനം എന്ന അനുഗ്രഹം അവരിൽ നിത്യം വസിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന യേശു. അങ്ങനെ അന്നും ഇന്നും നാം ഓരോരുത്തരോടുമായി യേശു പറയുകയാണ്, ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നിറയുന്ന സന്ദർഭങ്ങൾ ധാരാളം ഒരുക്കി ദൈവിക സമാധാനം എന്ന അനുഗ്രഹം നിത്യം വന്നു വസിക്കുന്ന ഹൃദയങ്ങൾക്കുടമയായി നമ്മിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരുണയാൽ വിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുന്ന ഫലം, സമാധാനം എന്ന ഫലം നമ്മിൽ നിന്നും ധാരാളം പുറപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.